ഏത് തരത്തിലാണ് ആ ഒരു പോയിന്റിൽ നിന്ന് ശ്രീ MS വേണുഗോപാൽ ഇത് ഒരു ഒരു ബോർഡർ അസാസിനേഷനുകൾ ഇതിനകത്ത് നടക്കുന്നു, ഒരു ക്രോസ് ബോർഡർ അസാസിനേഷനുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ G7 എടുത്തിരിക്കുന്നത് പക്ഷേ ഇറാൻ അനുകൂലമായിട്ടുള്ള നിലപാടൊന്നുമല്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇതിൽ ഇനി ഒരു നയതന്ത്ര ചർച്ചയ്ക്കുള്ള വകുപ്പ് ഇനി കാണുന്നില്ല. ഇത് ഇറാൻ പറയുന്നത് ഇസ്രയേൽ ആക്രമണം നിർത്തുകയാണെങ്കിൽ ന്യൂക്ലിയർ ചർച്ചയ്ക്ക് തയ്യാറാകാം എന്നുള്ള തരത്തിലൊക്കെയാണ്. ഇറാൻ കുമ്പിടുക, ഇറാൻ കീഴടങ്ങുക, ഇറാൻ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെക്കുന്ന അതിന് അനുകൂലമായിട്ട് നിൽക്കുക, അതല്ലെങ്കിൽ ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുക, അങ്ങനെയാണോ ഈ ഒറ്റ വാക്കിലൊക്കെ ചുരുക്കിയാൽ ഇപ്പോഴുള്ളൊരു സാഹചര്യം? ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള കേൾപ്പില്ലാത്ത വിധത്തിലേക്ക് ഇസ്രായേൽ മാറുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേലിൻ്റെ ഉദ്ദേശം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇറാനെ വരുതിയിലാക്കുക എന്നുള്ളതാണ്. അതിനാണ് ടെഹ്റാനിലുള്ള മുഴുവൻ ആൾക്കാരോടും മാറാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഗാസയിൽ അവർ മുമ്പ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അഴിഞ്ഞാട്ടമായിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് അവർ ഈ സൂചനകൾ നൽകുന്നത്. ഇതിൽ അവർക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അല്ലെങ്കിൽ US-നൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇറാന് ഒന്നുകിൽ ഒരു പുതിയ ഭരണകൂടം, അല്ലെങ്കിൽ ഈ ഭരണകൂടം വരുതിയിലായി പൂർണ്ണമായും വന്നാൽ മാത്രം ഈ ആണവ കേന്ദ്രങ്ങളുടെ താക്കോൽ ഉൾപ്പെടെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കരാർ ഏർപ്പെടുക എന്നുള്ളത്. അത് സാധ്യമല്ല എന്നുള്ളതാണ്. ഇറാൻ ഒരു കാരണവശാലും അതിലേക്ക് വരികയില്ല. അപ്പോൾ പിന്നെ ആകെ സാധ്യതയുള്ളത് ഒരു റെജീം ചേഞ്ച് ആയിരിക്കും. അതിനായിരിക്കും ഇസ്രായേൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനോടൊപ്പം US അതിനുവേണ്ടി നിലകൊള്ളും. ഇപ്പോൾ G7-ൽ തന്നെ ട്രംപ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം അങ്ങനെ ഒരു സമാധാന ചർച്ചയ്ക്കുള്ളൊരു നീക്കം, അല്ലെങ്കിൽ ഒരു സന്ധിക്കുള്ള ഒരു നീക്കം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ അത് താനും കൂടെ നിന്നുകൊണ്ടില്ല, അതിന് സ്വിച്ച് ഇടുക എന്നുള്ളത് കൂടെയാണ് ഉദ്ദേശം. അതോടൊപ്പം അദ്ദേഹം G7-ലെ എല്ലാ നേതാക്കളെയും കണ്ട് ഒരു മർമറിംഗ് ക്യാമ്പയിനും കൂടെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് അവരുടെ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിൽ നിന്നും വ്യക്തമാണ്. വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും, അത് നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നോണം എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹം കൊടുത്തിട്ടാണ് പോന്നിട്ടുള്ളത്. അദ്ദേഹം പോന്നു കഴിഞ്ഞപ്പോൾ അവർ വ്യക്തമായിട്ട് G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഒരു കരട് വ്യക്തമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. ഈ മധ്യേഷ്യയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇറാൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ പിൻ പോയിൻ്റ് ചെയ്ത് വരികയാണ്. ഒരു മഹായുദ്ധത്തിനൊന്നുമുള്ള സ്കോപ്പില്ല. കാരണം ഇന്നിപ്പോൾ ഒരു 2 ചേരിയില്ല. ആ 2 ചേരി ഉണ്ടെങ്കിൽ പിന്നെയും ഒരു സൈഡ് പിടിക്കുന്ന അവസ്ഥയുണ്ട്. ഇന്നതിന് ആകെ പിന്നെ ഉള്ളത് ചൈനയും റഷ്യയുമാണ്. റഷ്യ അതിന് തയ്യാറല്ല, അവർക്കതിനുള്ള സൗകര്യവുമില്ല. അത് മാത്രമല്ല അവർ US-ഉമായിട്ട് വളരെ സൗഹൃദത്തിലുമാണ് ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ സന്ധി സംഭാഷണത്തിന് പൊക്കോട്ടെ എന്ന് വരെയാണ് ചോദിക്കുന്നത് റഷ്യ. അല്ലാതെ അവർ നേരിട്ട് അതിനകത്ത് ഇടപെടാൻ പോലും തയ്യാറില്ല. അത് റഷ്യ അമേരിക്കയുടെ സമ്മതത്തോടു കൂടി പോകാനാണ് നിൽക്കുന്നത്. പിന്നെ ആകെ ചൈനയാണ് പറയുന്നത് അങ്ങനെ ടെഹ്റാനിൽ നിന്ന് ആൾക്കാരോട് ഓടിപ്പോകാനൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് ഇന്നൊരു പ്രസ്താവന അവർ നടത്തിയിട്ടുണ്ട്. അത് വളരെ ക്രൂരമാണെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആകെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇറാൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അത് എത്രയാണെന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് നോക്കേണ്ടതുള്ളൂ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ നീക്കത്തിൽ ട്രംപ് ഒരു കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു. യൂറോപ്പിലെ മിക്ക രാഷ്ട്രങ്ങളെയും തന്നോടൊപ്പം നിർത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ഇതൊരു വലിയ വിപത്താണ്, നിങ്ങളുടെ തലയിലേക്ക് വരുന്ന ഒരു അണുബോംബായിരിക്കും ഇറാനിൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ആ വിധത്തിൽ സമ്മതിപ്പിച്ചെടുക്കാൻ ട്രംപിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വിജയമാണ് ഇപ്പോൾ ഏതാണ്ടൊരു മിക്ക രാഷ്ട്രങ്ങളും ഒന്നുകിൽ ഒരു മൗനം, അല്ലെങ്കിൽ ഒരു ചെറിയ വഴിപാടിന് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊതുക്കുന്ന രീതിയിലേക്ക് അല്ലാതെ ഇതിലേക്ക് ഒരു എടുത്തുചാട്ടത്തിന് തയ്യാറല്ലാത്തത്. ഈ ഒരു അവസ്ഥയിൽ ഇനി ഇസ്രായേൽ ചെയ്യാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ തന്നെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇറാനിലെ മിസൈൽ ലോഞ്ചറുകൾ തകർക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പം തന്നെ അവരത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഈ മിസൈൽ വിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ അത് തങ്ങൾക്ക് വലിയ നഷ്ടം വരും. ഇപ്പോൾ പറഞ്ഞ പോലെ 100-ൽ 10 ആണെങ്കിൽ പോലും അത് നഷ്ടം തന്നെയാണ്. അത് പതിക്കുമ്പോഴുണ്ടാകുന്ന ആളപായവും ഒക്കെ വലിയ നാണക്കേടും കൂടെയാണ് അവർക്ക്. അതുപോലെ തന്നെ അവരുടെ ജനങ്ങളിൽ മോശമായ പ്രതികരണവും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ലോഞ്ചറുകൾ തകർക്കുക, ലോഞ്ചറുകൾ തകർത്താൽ മിസൈൽ വർഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടുകൂടി
ഇറാൻ കീഴടങ്ങിയെന്ന് നമുക്ക് ഏകദേശം പറയാം. ഓക്കെ, ബാക്കിയെല്ലാം യെസ്, അത് ഇനി അതൊരു ഡിഫൻസിന്റെ ഒരു മോഡലേക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ എം എസ് വേണുഗോപാൽ, ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ ബ്രിഗേഡിയർ വേണുനാർ കൂടി നമുക്ക്